സർ, തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായിട്ട് എക്സിറ്റ് പോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ട്? എക്സിറ്റ് പോളിൻ്റെ ക്രെഡിബിലിറ്റി 100% ക്രെഡിബിളാണ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ എക്സിറ്റ് പോൾ ഒരു വിനോദമാണ്. അത് വളരെ ഗൗരവതരമായൊരു വിനോദം. അതായത് യഥാർത്ഥ ഫലം പുറത്തു വരുന്നതിന് മുമ്പ് ഈ സാമാന്യ ജനങ്ങളുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്താൻ എക്സിറ്റ് പോൾ വളരെ ഉപകരിക്കും. വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമായ എല്ലാ ആളുകൾക്കും ഫലം എന്താണെന്നറിയുവാൻ ഉത്കണ്ഠയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 3 ദിവസം കാത്തിരിക്കണം. ഇന്നിപ്പോൾ അവസാന വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ 4-ാം തീയതി വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ വോട്ട് ചെയ്തവർക്കും ഇലക്ഷൻ പ്രചരണത്തിന് മുൻപന്തിയിലും പിൻപന്തിയിലും ഉണ്ടായിരുന്നവർക്കും ഒരു സാമാന്യ ജനങ്ങൾക്കും അടുത്ത ഗവൺമെൻറ് ആരാണ്, ആരൊക്കെ ജയിക്കും, ഞാൻ വോട്ട് ചെയ്തവർ ജയിക്കുമോ, എൻ്റെ പാർട്ടി ജയിക്കുമോ എന്നൊക്കെയുള്ള പലതരം ഉത്കണ്ഠകളുണ്ട്. ആ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്താൻ ഒരു പരിധിവരെ എക്സിറ്റ് പോൾ വന്നാലും തനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുകയും ചെയ്യുള്ളൂ. പക്ഷെ അതുവരെയുള്ള ഈ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്താനാണ് എക്സിറ്റ് പോൾ ഉപകരിക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ ചില വിദഗ്ധന്മാരുമുണ്ട്. അതുകൊണ്ടാണ് ഇത് നിലനിന്ന് പോകുന്നത്. ഇതിന് ഒരു പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തത് മനുഷ്യന് ഈ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ജ്യോത്സ്യത്തിലും എക്സിറ്റ് പോൾ പോലെയുള്ള സംഗതികളിലും ഒക്കെ വിശ്വാസം ഉണ്ടാകും. ഈ ഇലക്ഷൻ പ്രവചന വിദഗ്ധന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചില മാനദണ്ഡങ്ങൾ ഇതിന് പുലർത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം റാൻഡമൈസ്ഡ് റെസ്പോൺസ് സാമ്പിൾസ് എന്നാണ് പറയുന്നത്. അതെടുത്തിട്ടാണ് ഈ ഡേറ്റാസ് ഉണ്ടാക്കി ഇത് പ്രവചിക്കുന്നത്. അത് കൃത്യമായി ചെയ്താൽ മൊറോർലെസ് നമുക്കൊരു 98% വരെയൊക്കെ കറക്റ്റായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരും. പക്ഷേ അതിൽ പാളിച്ച പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറയുന്നത് ഞാൻ ഇൻവെർട്ടഡ് കോമയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വോട്ടർമാരുടെ കണക്കാണല്ലോ ഈ എക്സിറ്റ് പോൾ. അവരുടെ നിലപാടും അഭിപ്രായവും വെച്ചും കൊണ്ടാണ് ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ അനാലിസിസ് തെറ്റാതിരിക്കണമെങ്കിൽ അതിന് ഇവർ അനുഭവം കൊണ്ട് 5ാമത്തെ വോട്ടർ, പോളിംഗ് ബൂത്തിൽ നിന്ന് വരുന്ന 5ാമത്തെ വോട്ടർ, 8ാമത്തെ വോട്ടർ ഇവരുടെ ഇങ്ങനെ റാൻഡമായിട്ട് എടുക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കും. അതും ശരിയാകണമെന്നൊന്നുമില്ല, പക്ഷേ തെറ്റാണ്. പക്ഷെ അങ്ങനെ എടുത്തിട്ട് അത് ഡേറ്റ ആയിട്ട് വെച്ചുകൊണ്ട് പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികളും മറ്റ് ഘടകങ്ങളുമൊക്കെ പരിശോധിച്ച് പ്രവചിക്കുക എന്നതാണ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ 3 തരം അഭിപ്രായ സർവേകൾ വരും. ആദ്യം 3 തരം ഫലപ്രവചനങ്ങൾ വരും. അതിൽ ആദ്യത്താണ് അഭിപ്രായ സർവേ, ഒപ്പീനിയൻ പോൾസ്. അത് ഇലക്ഷന് ഈ പോളിങ്ങിന് മുമ്പ് വരുന്നത്. അത് എപ്പോഴും നമുക്ക് നടത്താം. വോട്ടർമാർക്കിടയിൽ വേണമെങ്കിൽ നമുക്ക് ചോദ്യാവലികൾ കൊടുത്ത് അവരുടെ അഭിപ്രായം. ഇപ്പോൾ പറയുന്ന പോലെ പ്രവർത്തിക്കണമെന്നൊന്നും ഇല്ലാത്തത് കൊണ്ടും മനുഷ്യൻ ജന്മന തന്നെ നുണ പറയാൻ ശീലിച്ചവരായതുകൊണ്ടും ഈ പ്രവചനങ്ങളൊക്കെ പൊളിഞ്ഞും പോകാം. എൻ്റെ ആഗ്രഹം അനുസരിച്ചായിരിക്കില്ല ഞാൻ സംസാരിക്കുന്ന ഒരാളിനോട്. പിന്നെ മാധ്യമങ്ങളോട് കൃത്യമായി ചോദ്യത്തിന് ആൻസർ ചെയ്യണമെന്ന ബാധ്യതയൊന്നും വോട്ടർക്കില്ല. അതുകൊണ്ട് അയാൾക്ക് എന്ത് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന അഭിപ്രായം വെച്ചുകൊണ്ട് വിശകലനം നടത്തിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പല എക്സിറ്റ് പോളുകളും തെറ്റിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ അഭിപ്രായ സർവേ കഴിഞ്ഞ രണ്ടാമത്തെ കാര്യം വിദഗ്ധന്മാരുടെ നിരീക്ഷണം. അനേകം പോൾ പ്രോസസ്സിൽ പങ്കെടുത്തവരും രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി അവഗാഹമായ ജ്ഞാനമുള്ളവരും നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ വിദഗ്ധന്മാരെന്ന് വിചാരിക്കുന്നവരുമൊക്കെ വന്ന വിദഗ്ധ അഭിപ്രായം എന്ന നിലയിൽ പറയും. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കൃത്യമായി പറയാൻ പറ്റുന്ന അനുഭവജ്ഞാനമുള്ളവരൊക്കെ ഉണ്ട്. നമുക്ക് പത്ര ഓഫീസിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടവരുണ്ട്. പറയുന്ന നമ്പർ വരെ കറക്റ്റായിട്ട് പറയും. എത്ര വോട്ടിന് ജയിക്കുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബൈ ഇലക്ഷനൊക്കെ വരുമ്പോഴാണ് അത് കൃത്യമാകുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ട്, പറയും. അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരെയാണ് വിദഗ്ധർ എന്ന് നമ്മൾ പറയുന്നത്. വിദഗ്ധരുടെ നിരീക്ഷണം
പല പ്രവചനത്തിനും ഉപകരിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്താണ് എക്സിറ്റ് പോൾ, വോട്ട് ചെയ്ത് ഇറങ്ങുന്നവരുടെ അഭിപ്രായം. അതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 126(6)A വകുപ്പ് പ്രകാരം ഇലക്ഷൻ കമ്മീഷന് ഇതിനെ നിയന്ത്രിക്കാവുന്നതാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇലക്ഷൻ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. എല്ലാത്തരം പ്രവചനത്തിനും ഈ ജനപ്രാതിനിധ്യ നിയമം ബാധകമാണ്. അതുകൊണ്ടാണ് ഒരു പോളിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷമേ ഇത് പറയാവൂ, പുറത്തുവിടാവൂ. എല്ലാ തെരഞ്ഞെടുപ്പും ദേശീയ തലത്തിലുള്ളത് കഴിഞ്ഞതിന് ശേഷം അവസാന ദിവസമേ ഈ പ്രവചനം നടത്താവൂ എന്നൊക്കെ പറയുന്നത്. കാരണം ഈ പ്രവചനം ഏതെങ്കിലും തരത്തിൽ പിന്നീട് വോട്ടെടുപ്പ് നടക്കാവുന്ന സ്ഥലങ്ങളെ സ്വാധീനിക്കരുത്, അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കാതിരിക്കാനാണ്. ഇല്ലെങ്കിൽ അത് ജനങ്ങളിൽ മുൻവിധികൾ ഉണ്ടാക്കുകയും അവർ പിന്നെ യഥാർത്ഥത്തിലുള്ള അവരുടെ രാഷ്ട്രീയ ഹിതമനുസരിച്ച് വോട്ട് ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമപരമായ ചില നിയന്ത്രണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 6 മണിക്ക് ശേഷം 6:30-ക്ക് ശേഷം ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ മുന്നണിക്കും ഓരോ പാർട്ടിക്കും എത്രയൊക്കെ സീറ്റുകളാണ് കിട്ടുന്നത്, ഇന്ത്യ ആര് ഭരിക്കും എന്നൊക്കെ ഒരു കൃത്യമായി പറയാൻ ശ്രമിക്കും. അത് കൃത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം 4-ാം തീയതി വൈകുന്നേരമാണ്. 4-ാം തീയതി ഇടണമെന്ന് വരെ കാത്തിരിക്കണം. പക്ഷേ ഈ അടുത്ത 3 ദിവസത്തേക്ക് നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലം വെച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. കാരണം ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും കൂടുതൽ സമയം ശരിയായിട്ടുണ്ട്, ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. എന്നാൽ അവിടെ പൊളിഞ്ഞു പോയതുകൊണ്ട് പൊളിഞ്ഞു പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്ന വരണം. 2004 A.B. വാജ്പേയി ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഒരു മുദ്രാവാക്യം ഉന്നയിച്ച് ഉയർത്തിക്കൊണ്ടായിരുന്നു വാജ്പേയി BJPയുടെ നേതൃത്വത്തിൽ വീണ്ടും മത്സരത്തിന് വന്നത്. ഒരു തുടർ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയൊക്കെ അന്ന് വളരെ ഗംഭീരമായിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ട് ഒരു അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ പൊതുവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരും, ജയിച്ച് എന്നായിരുന്നു മിക്കവാറും എല്ലാ ഇലക്ഷൻ പ്രവാചകന്മാരുടെയും അഭിപ്രായം. ഈ എക്സിറ്റ് പോൾ ഫലമെല്ലാം അങ്ങനെ അന്ന് തെറ്റിപ്പോയി. വാജ്പേയി തോറ്റുപോവുകയും ഒന്നാം UPA സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം 2004 വരികയും ചെയ്തു. അതുപോലെ തന്നെ 2014 എല്ലാ പ്രവാചകന്മാരും ഇലക്ഷൻ പ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നരേന്ദ്രമോദി ദേശീയ തലത്തിൽ NDA അധികാരത്തിൽ കൊണ്ടുവരും എന്ന്. അത് UPA രണ്ടാം സർക്കാരിൻ്റെ പതനം 2014 എല്ലാവരും പ്രവചിച്ച പോലെയാണ് സംഭവിച്ചത്. അതേസമയത്ത് 2019 UPA വീണ്ടും വരാൻ യാതൊരു ചാൻസും ഇല്ല എന്നാണ് പറഞ്ഞത്. എക്സിറ്റ് പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എക്സിറ്റ് പോൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നുമില്ല, എന്നാൽ മുഴുവൻ തെറ്റായിട്ടുമില്ല. പക്ഷേ പാളിപ്പോയ അനുഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തും ഇതിൻ്റെയൊക്കെ ജന്മഭൂമി എന്ന് പറയാവുന്ന ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഇത് വളരെ കാലമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇലക്ഷൻ എക്സിറ്റ് പോളുകളും അതിനു മുമ്പുള്ള ഒപ്പീനിയൻ പോളുകളും ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വിദേശത്ത് പലപ്പോഴും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മൾ ജോൺ കെറി മത്സരിച്ചപ്പോൾ ബ്രിട്ടനിലെ ഇലക്ഷൻ തോറ്റുപോയതാണ്. അതുപോലെ ജോർജ് W. ബുഷ് ജയിച്ചു വന്ന തെരഞ്ഞെടുപ്പ്, അദ്ദേഹം അന്ന് ഒരു ഇലക്ഷൻ അട്ടിമറി ബോഗസ് വോട്ട് ചെയ്യപ്പെട്ടു എന്ന് പിൽക്കാലത്ത് വെളിപ്പെടുത്തുന്ന പുസ്തകങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജോർജ് W. ബുഷ് ജയിക്കേണ്ടിയിരുന്നില്ല, അല്ല ജയിക്കാൻ സാധ്യതയില്ലായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ 2015 ബ്രിട്ടനിൽ നടന്ന ബ്രെക്സിറ്റ് പോളിൻ്റെ പ്രവചനം, അതിൻ്റെ പ്രവചനം തെറ്റിപ്പോയി. കാരണം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനെ തുടരാനായിരിക്കും ജനങ്ങളുടെ മാൻഡേറ്റ് എന്നായിരുന്നു
ഈ പ്രവചനം. എക്സിറ്റ് പോൾ എല്ലാവരും അഭിപ്രായം യെസ് ഓർ നോ എന്നായിരുന്നു അന്ന് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇംഗ്ലണ്ടിലുണ്ട്. അപ്പോൾ യെസ് ഓർ നോ എന്ന് വോട്ട് ചെയ്യണം. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരണം എന്നുള്ള ഒരു യെസും തുടരണ്ട എന്നുള്ള ഒരു നോയും. അന്ന് ഡേവിഡ് കാമറോൺ ആയിരുന്നു അവിടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഈ പിന്നെ എന്ത് ജനങ്ങൾ തീരുമാനിച്ചാലും അതിന് വിധേയനാകും എന്നൊരു നിലപാടല്ല എടുത്തത്. അദ്ദേഹം യൂറോപ്യൻ യൂണിയനിൽ തുടരാനാണ് തീരുമാനിച്ചത്. തുടരണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തിനെതിരായിട്ടായിരുന്നു ജനവിധി. 52-48 റേഷ്യോയിലായിരുന്നു. 52% ജനങ്ങളും യൂറോപ്യൻ യൂണിയൻ വിട്ടുപോരണം എന്നായിരുന്നു. അപ്പോൾ ഡേവിഡ് കാമറോണിൻ്റെ നിലപാടിനെതിരായി അത് അദ്ദേഹം രാജിവെച്ചു. അങ്ങനെയാണ് കാമറൂൺ പിന്നെ പ്രൈം മിനിസ്റ്റർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞത്. പിന്നെ ആ സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എക്സിറ്റ് പോളിൻ്റെ ചരിത്രം അതിൽ പല പാളിച്ചകളും പറ്റിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഇതാവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരു കൗതുകമാണ്. ഇത് എങ്ങനെയായിത്തീരും, 4 ദിവസത്തെ ശ്വാസം പിടിച്ച് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമകേട്, ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇവിടെ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ ആവർത്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇപ്പം ഈ എക്സിറ്റ് പോളിൻ്റെ കഥ ഇതാണ്. ഇതിപ്പം എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. കാരണം ഇലക്ഷൻ എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയുവാനുള്ള കൗതുകമുണ്ട്. അതുകൊണ്ട് ഇതിന് നിലനിൽപ്പുണ്ട്. ഇത് പാടെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവുമല്ല. പക്ഷേ അത് എത്രമാത്രം ദുഷ്കരമാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒന്ന്, ജനങ്ങൾ പറയുന്നത് കറക്റ്റായിരിക്കണം. പിന്നെ ഇവരെടുക്കുന്ന സാമ്പിള് എല്ലാം കൃത്യമായിരിക്കുകയും ശാസ്ത്രീയമാവുകയും വേണം. അത് എത്രത്തോളം സാമ്പിളുകൾ ഏതെല്ലാം മേഖലകളിൽ നിന്ന് എടുത്തു, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് നടത്തിയ അഭിപ്രായ സർവേയും അവിടുത്തെ എക്സിറ്റ് പോളുകളും വെച്ചും കൊണ്ട് നടത്തിയ ഒരു ദേശീയ തലത്തിലുള്ള വലിയ ഒരു അനാലിസിസാണ് നടന്നത്. നമുക്ക് 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ അനാലിസിസാണ് നടത്തുന്നത്. അപ്പോൾ ഒരു കൃത്യമായി അത് ആ വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളുമായിട്ടാണ് സംസാരിക്കുന്നത്. അതുവരെയുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പ്രിലിമിനറി വർക്കെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഈ ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് കയ്യിലുള്ള ആശയങ്ങളുമായിട്ട് ഇതിനെ ടാലി ചെയ്യണം. അപ്പോൾ ഈ 6 ആഴ്ച നീണ്ട ഇലക്ഷനെക്കുറിച്ച് ഉള്ള മറ്റ് അനാലിസിസൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇത് പറയേണ്ടത്. ഇപ്പം ഒരുപാട് വിദഗ്ധന്മാർ നമ്മുടെ ഇലക്ഷൻ പ്രവചിച്ചിട്ടുണ്ട്. പ്രശാന്ത് കിഷോർ, യോഗേന്ദ്ര യാദവ്, പ്രദീപ് ഗുപ്ത, പാറക്കാല പ്രഭാകരൻ, സഞ്ജയ് കുമാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇലക്ഷൻ പ്രവചിച്ചിട്ടുണ്ട്. അതിൽ പ്രശാന്ത് കിഷോറാണ് BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞത്. അതേസമയത്ത് യോഗേന്ദ്ര യാദവ് പറഞ്ഞത് NDA അത് പ്രതീക്ഷിക്കുന്നത്ര നമ്പറിലെത്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഭരണം കിട്ടില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പിന്നെ പ്രതിപക്ഷ മുന്നണി INDA അധികാരത്തിൽ വരുമെന്ന് പറയുകയാണ് യോഗേന്ദ്ര യാദവ് ചെയ്തത്. പ്രദീപ് ഗുപ്ത എന്നയാൾ 303 സീറ്റിൽ നിന്ന് BJP കുറച്ചുകൂടെ മെച്ചപ്പെടുത്തും എന്ന് പ്രവചിച്ചു. അതേസമയത്ത് പാറക്കാല പ്രഭാകരൻ, അത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ്. പക്ഷെ അദ്ദേഹം BJP തോറ്റുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. പിന്നെ സഞ്ജയ് കുമാർ 300-നടുത്ത് സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് തിരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധന്മാർ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അഭിപ്രായ സർവേയിലൂടെയുള്ളതാണ്, എക്സിറ്റ് പോളല്ല, പ്രവചനമല്ല അവർ നടത്തിയിരിക്കുന്നത്. ഇനി അവരുടെ അഭിപ്രായങ്ങളിൽ കൂടുതൽ അഭിപ്രായം ഇനിയും വരും. പിന്നെ ഈ അമേരിക്കയിലെ ഏറ്റവും അവസാനത്തെ ഒരു എക്സിറ്റ് പോൾ ഫലം പൊളിഞ്ഞു പോയത് 2016-ലാണ്. അന്ന് ഡൊണാൾഡ് ട്രംപും ഹില്ലരി ക്ലിൻ്റനും മത്സരിച്ച സമയം. അന്ന് ഹില്ലരി ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്നും അത് അമേരിക്കയിലെ ആദ്യത്തെ വനിതാ
പ്രസിഡൻ്റായിരിക്കുമെന്നും ഒക്കെ പ്രവചിച്ചിരുന്നു. ലോകമെങ്ങും പക്ഷേ ഹിലരി തോറ്റുപോയല്ലോ. നമ്മൾക്ക് അറിയാം. ട്രംപ് അതിശയകരമായൊരു വിജയം കൈവരിച്ചു ആ സമയത്ത്. അപ്പോൾ ഏറ്റവും മുന്നിൽ ഉള്ള ഒരു എക്സിറ്റ് പോളിൻ്റെ പരാജയ ഉദാഹരണം അതാണ് അമേരിക്കയിൽ. എന്തായാലും എക്സിറ്റ് പോൾ നടക്കട്ടെ, റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.